ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യുവമി ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എങ്ങനെ റീചാർജ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എങ്ങനെ റീചാർജ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ keralavisionisp.com എന്ന് പറയുന്ന സൈറ്റിനകത്താണ് കയറേണ്ടത്. ആ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഈ ഇൻ്റർഫേസിൽ വെച്ചിട്ട് വേണം നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറണം. കസ്റ്റമർ ലോഗിൻ വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ കയറണം. കസ്റ്റമർ ലോഗിൻ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക. എൻ്റെ യൂസർ നെയിം ഞാനിവിടെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ തുറന്നു വരുന്ന വിൻഡോയിൽ എൻ്റെ അക്കൗണ്ടിലേക്കകത്ത് കേരള വിഷൻ്റെ അക്കൗണ്ടിലേക്കകത്തായിരിക്കും ഇതിൽ കയറിയിട്ടുണ്ടാവുക. ഈ അക്കൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാവുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ കറൻറ്റ് സെഷൻ കാണാം, അതുപോലെ കറൻറ്റ് യൂസേജ് കാണാം, നിലവിൽ ഇപ്പോൾ എക്സ്പയർ ആയിട്ടുള്ള ഡേറ്റ് കാണാം, യൂസേജ് ടൈപ്പ് ഏതാണെന്ന് കാണാം, നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻ ഏതാണെന്നുള്ളത് കാണാം. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകളെല്ലാം ഉണ്ട്. അതുപോലെ നമുക്കിവിടെ റീചാർജ് ഇപ്പോൾ കാണാം. റീചാർജിൻ്റെ സ്റ്റാറ്റസ് ഇനാക്റ്റീവായി കിടക്കുകയാണ്. റീചാർജ് നൗ എന്നുള്ളത് കാണാം. നമ്മളിവിടെ റീചാർജ് ചെയ്യുവാൻ വേണ്ടിയിട്ട് റീചാർജ് നൗ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഈ വിൻഡോക്കകത്ത് നിന്ന് നമുക്ക് ഓൾറെഡി പുതിയ ഒരു പ്ലാനാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സെലക്ട് പ്ലാൻ എന്ന് പറയുന്ന പ്ലാൻ നെയിമിൽ സെലക്ട് പ്ലാൻ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്ലാനുകൾ ഇവിടെ തുറന്നു വരും. അങ്ങനെ നമുക്ക് ഇവിടെ ഇതിനകത്ത് ഒരുപാട് പ്ലാനുകൾ അവൈലബിൾ ആണ്. അൺലിമിറ്റഡ് പ്ലാനുകൾ അവൈലബിൾ ആണ്, ലിമിറ്റഡ് പ്ലാനുകൾ അവൈലബിൾ ആണ്, FUP, ഡേ നൈറ്റ്, റിക്കറിംഗ് ലിമിറ്റഡ്, അങ്ങനെ ഒരുപാട് പ്ലാനുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ അൺലിമിറ്റഡ് എന്ന് പറയുന്ന പ്ലാൻ ഇവിടെ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലിമിറ്റഡ് ആണ് വേണ്ടതുണ്ടെങ്കിൽ ലിമിറ്റഡ് പ്ലാൻ ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ FUP പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഈ പ്ലാനുകളെല്ലാം ഇതിൽ നിന്നും ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്തിരിക്കുന്ന പ്ലാനാണ് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് തന്നെയാണ് വീണ്ടും റീചാർജ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബാക്ക് സ്പേസ് അടിച്ച് ബാക്കിലേക്ക് പോവുക. നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ റിട്ടേൺ പോവുക. നമ്മുടെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഇനാക്റ്റീവ് റീചാർജ് നൗ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിവിടെ താഴത്ത് കാണാം, ഏറ്റവും താഴത്തായിട്ട് ക്ലിക്ക് ഹിയർ ടു റിന്യൂ വിത്ത് യുവർ കറൻറ്റ് പ്ലാൻ എന്നുള്ളത് കാണാം. അതിൻ്റെ മുകളിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്ന ഇതിലൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്ലിക്ക് ഹിയർ ടു റിന്യൂ വിത്ത് യുവർ കറൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ തുടർന്ന് വരുന്ന വിൻഡോയിൽ നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്കാണ് എത്തുന്നത്. ഇവിടെ നമുക്ക് 4 രീതിയിലായിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. കാർഡ് വഴി വെച്ച് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. UPI ഡീറ്റെയിൽസ് വെച്ചിട്ട് എൻ്റർ ചെയ്യാം. അതല്ലെങ്കിൽ വാലറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ് ത്രൂ ചെയ്യാം. ഞാനിവിടെ നെറ്റ് ബാങ്കിങ് ത്രൂ ആണ് റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെറ്റ് ബാങ്കിങ് ത്രൂ SBI അക്കൗണ്ടിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതുവഴി നമ്മുടെ നിലവിൽ എത്ര ചാർജ് വരും എന്നുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. ഓർഡർ എമൗണ്ട് എന്ന് പറയുന്നത് 494 രൂപയാണ്. ഇവിടെ പ്ലാറ്റ്ഫോമിൽ അവർ നമ്മുടെ കൈവശത്തിൽ നിന്ന് വാങ്ങുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 18 രൂപയാണ്. അതുപോലെ തന്നെ GST വരുന്നത് 3.24 രൂപയാണ്. മൊത്തത്തിൽ 515 രൂപ വരും. ഇവിടെ നമ്മൾ പേ ചെയ്യാം. പേ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തുറന്നു വരുന്നത് യോനോ SBIയുടെ അക്കൗണ്ട് പ്ലാറ്റ്ഫോമിലേക്കാണ്. ഇവിടെ യോനോ അക്കൗണ്ടിൽ വെച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ബാങ്കിങ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ട് അവിടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യണം. ഞാൻ എൻ്റെ യൂസർ നെയിം കൊടുക്കാൻ പോവുകയാണ്. യൂസർ നെയിം എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പാസ്വേഡ് നൽകണം. പാസ്വേഡ് നൽകിയിട്ട് ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ തുറന്നു വരുന്ന വിൻഡോയിൽ നമുക്ക് കാണാം
പസ്ഫർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന അവരുടെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ റീചാർജ് ചെയ്യേണ്ടത്. നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ കാണാം, പേയ്മെൻറ്റ് ചെയ്യേണ്ട എമൗണ്ട് കാണാം, എല്ലാം നമുക്ക് ഈ വിൻഡോയിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ കാണാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴത്ത് വന്നിട്ട് കൺഫേം എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണ് നോക്കിയിട്ട് കൺഫേം ക്ലിക്ക് ചെയ്യുക. കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് ഒന്നുകൂടെ കാണിക്കും. അതെല്ലാം ഒന്നുകൂടെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ കൺഫേം എന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ട് കാണും. ആ OTP ഒരു ട്രാൻസാക്ഷൻ പാസ്വേഡാണ്, ഹൈലി സെക്യൂർലി ട്രാൻസാക്ഷൻ പാസ്വേഡാണ്. ആ പാസ്വേഡ് വന്നിട്ടുണ്ടാകും, അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൺഫേം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി എന്നുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മളെ ഫോണിലേക്കും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഹോം എന്ന് പറയുന്ന മുകളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് കാണാം, ഇപ്പോൾ ഇനാക്റ്റീവ് റീചാർജ് നൗ എന്ന് പറയുന്ന സ്ഥാനത്ത് സ്റ്റാറ്റസിൽ ആക്റ്റീവ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അതായത് ഇപ്പോൾ റീചാർജ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. കറണ്ട് സെഷൻ കാണാം, കറണ്ട് യൂസേജ് 0 GB എന്നുള്ളത് കാണാം. അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളെല്ലാം കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുവാൻ പറയുകയും ചെയ്യണം.